നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും വിജീസ് ബ്യൂട്ടി ആൻഡ് സ്പെഷ്യൽ കുക്കറി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ ബിരിയാണി എങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ഇലക്ട്രിക് റൈസ് കുക്കറിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഒരു അരമണിക്കൂർ, ഒരു 35-40 മിനിറ്റിലാകുമ്പോൾ നമുക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി വീട്ടിലുണ്ടാക്കാം. പിന്നെ അത് എന്തുകൊണ്ട് ഇലക്ട്രിക് റൈസ് കുക്കർ ഞാൻ പറയുന്നത്, പ്രഷർ കുക്കറുണ്ട്, പിന്നെ നമ്മുടെ ജാക്സൺ പോലുള്ള തിളപ്പിച്ച് ഇറക്കി വെക്കുന്ന തരം കുക്കറുണ്ട്. അതിനെല്ലാം നമ്മൾ റൈസ് കുക്കർ എന്നുള്ള പേരിലാണ് പറയുന്നത്. ഇത് ഇലക്ട്രിക് റൈസ് കുക്കർ എന്ന് പറയാൻ കാര്യം, ഇത് നമ്മുടെ പാനസോണിക്, പിന്നെ പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, പല കമ്പനിക്കും ഉണ്ട് ഇത്. പക്ഷേ പണ്ടേ ഉള്ളത് പാനസോണിക് ആണ്. അത് വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഞാൻ ആ കമ്പനിക്ക് വേണ്ടി പ്രൊമോഷൻ നടത്തുകയല്ലെങ്കിലും ഞാൻ എൻ്റെ ഇതിനു മുമ്പുള്ള പല വീഡിയോസും എങ്ങനെയാണ് ഇലക്ട്രിക് റൈസ് കുക്കറിൽ പിന്നെ പ്രോൺ റൈസ്, അതായത് കൊഞ്ച് ബിരിയാണി, പിന്നെ ബംഗാളി ഖിച്ചുടി എന്ന് പറഞ്ഞ ചോറും വെജിറ്റബിൾസും ഇട്ടുള്ള അത്, അങ്ങനെ പലതും ഞാൻ കാണിച്ചു. ബംഗാളി ഒരു ആലു കറി ഖരഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുന്ന അതും എല്ലാം ഞാൻ ഇലക്ട്രിക് റൈസ് കുക്കറിൽ ചെയ്ത് കാണിച്ചു. അത് എന്തിനെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം, പിന്നെ ഒരു സ്ട്രെയിൻ ഇല്ല. പിന്നെ വൺ പോട്ട് മീൽ എന്ന് പറഞ്ഞ പോലെ ഒരു പാത്രത്തിൽ നമുക്ക് കുക്കിങ്ങും എല്ലാം കഴിയും. മറ്റേത് നമ്മളൊരു പാചകം എന്ന് പറഞ്ഞാൽ എത്ര പാത്രം എടുത്ത് ചീനച്ചട്ടിയും പല വഴറ്റാനും വേവിക്കാനും കുക്കർ, ഇങ്ങനെ പലതരം വീട് നിറയെ പാത്രങ്ങളായിരിക്കും. ഇതാകുമ്പം പാത്രങ്ങളും നമുക്ക് അധികം കഴിയേണ്ട ആവശ്യമില്ല. വൺ പോട്ട് മീലാണ്. പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ വയസ്സായവർക്ക്, കുറച്ച് ഒരുപാട് സമയം അടുക്കളയിൽ നിന്ന് ചെയ്യാൻ പറ്റാത്തവർക്ക്, സമയമില്ലാതെ ഇപ്പോഴെല്ലാവരും ബിസിയാണ്, വളരെ തിരക്കുള്ള ലോകമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക്, ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക്, പിന്നെ അത്യാവശ്യം പാചകം ചെയ്യാൻ മടിയുള്ളവർക്ക്, വലിയ കോൺഫിഡൻസ് ഇല്ല പാചകം ചെയ്യാനും ഉള്ളവർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരമായിട്ട് വരും ഈ ഇലക്ട്രിക് റൈസ് കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് നമ്മൾ അല്ലാതെ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ പലരും ദം ചെയ്ത് ചെയ്യാറുണ്ട്. ചോറ് വേറെ വേവിച്ച്, ഇറച്ചി വേറെ പ്രിപ്പയർ ചെയ്ത്, പിന്നെ അത് ദം ചെയ്ത് കുറേ സമയം നമ്മളൊരു ബിരിയാണി കുറച്ച് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മുടെ മുമ്പുള്ള ഓപ്ഷൻ ഒന്നുകിൽ ഇത്രയും പാടുപെട്ട് ചെയ്യുക, അത് ഉരുളിയിൽ ഉണ്ടാക്കാം, പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൈങ് പാനിലോ ഒരു വലിയൊരു പാത്രത്തിലോ ഉണ്ടാക്കാം, ഇങ്ങനെ പലതും. പക്ഷേ ചോറ് വാർത്ത് ചെയ്യുന്ന പാട്, ആ കറക്റ്റ് പരുവത്തിന് കിട്ടണം ചോറ്, പിന്നെ അതിൻ്റെ ടൈം നോക്കി നിൽക്കണം. നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം വെന്തുടഞ്ഞു പോകും. ഇങ്ങനത്തെ ഒരുപാട് കുറച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് സ്ട്രെയിൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ സംഭവം ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ പോലും അതിന് കുറേ ടൈമും എനർജിയും കളയേണ്ടി വരും. ഇപ്പോഴത്തെ കാലത്ത് ടൈം മണിയായിട്ട് കണക്കാക്കുന്ന ഒരു കാലഘട്ടമാണ്. മണിക്കൂർ കണക്കിന് അടുക്കളയിൽ കിടന്ന് പാചകം ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ മഹത്വമായിട്ട് കണക്കാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല, പണ്ടത്തെ സ്ത്രീകളെ പോലെ. അന്ന് അവർക്ക് ഒരുപക്ഷെ വീട് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇന്ന് പല പല ആക്ടിവിറ്റീസിൽ തിരക്കാണ്. പിന്നെ ബാച്ചിലേഴ്സായിട്ട് ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. എൻ്റെ ഈ ഒരു ഇലക്ട്രിക് റൈസ് കുക്കറിലുള്ള ചിക്കൻ ബിരിയാണി ഉണ്ട്. ചിക്കൻ ബിരിയാണി എന്നല്ല, ഞാൻ വേറെയും പല പ്രിപ്പറേഷൻസ് കാണിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. ചെയ്യാൻ എളുപ്പവുമാണ്. പിന്നെ ഈ ചിക്കൻ ബിരിയാണി ഞാനിപ്പോൾ ഈ ഇലക്ട്രിക് റൈസ് കുക്കറിനകത്തുള്ള ഒരു മെഷറിംഗ് ഗ്ലാസ് ഉണ്ട്. ഈ പാനസോണിക്കിൻ്റെ ആണ് എൻ്റെ ഇരിക്കുന്നത്. ഒരു ചെറിയ മെഷറിംഗ് ഗ്ലാസ് ഉണ്ട്, ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് ആ വീഡിയോയിൽ. അതിന് ഞാനൊരു 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. പക്ഷേ പലരും കുതിർത്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഈ പ്രിപ്പറേഷന് വേണ്ടി അരി ഒരിക്കലും കുതിർത്ത് ഇന്ന് വരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ കൽക്കട്ടയിൽ കിട്ടുന്ന അരി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വേവാൻ പാടുള്ള അരിയാണ്. നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ചില അരി വേവാൻ പാടാണ്. ഇതിപ്പോൾ ഞാൻ ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ് ഇവിടെ ഉണ്ടാക്കിയെങ്കിലും ഞാൻ കുതിർത്തിട്ടല്ല ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണഗതിയിൽ 2 ഗ്ലാസ് മെഷർമെൻറ്റ് ഗ്ലാസ്സിൽ 4 ഗ്ലാസ് എടുക്കാതെ 3.25 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി ഈ വീഡിയോ എടുത്തപ്പോൾ 2 ഗ്ലാസ്സിൽ 3.25 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിക്കൻ പീസസും കൂടെ വന്നപ്പോൾ അത് വെള്ളം ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിച്ച റെസിപ്പിക്ക് 4.25 ഗ്ലാസ്, ഒരു 4.5 ഗ്ലാസ് വരെ ആ മെഷർമെൻറ്റ് ഗ്ലാസ്സിൽ എടുക്കാം വെള്ളം. അത്രയും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം ഞാൻ കുതിർത്തിട്ടല്ല ഈ അരി ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ കാണിച്ച മറ്റെല്ലാ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനേ ഉള്ളൂ. പിന്നെ ഞാൻ അതിൽ ഉപയോഗിച്ച ടൊമാറ്റോ, എനിക്ക് ടൊമാറ്റോയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ആ 2-3 ടൊമാറ്റോ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എണ്ണം കുറയ്ക്കാവുന്നതേ ഉള്ളൂ. മറ്റു രീതിയിലല്ല ഈ റെസിപ്പി ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ തെറ്റില്ല. അപ്പോൾ ഇതായിരിക്കും എൻ്റെ അഡ്വൈസ്, ഇതെങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കി അതിനുള്ള അളവിനുള്ള വെള്ളവും എല്ലാം വെച്ച് ഞാൻ വീഡിയോ കാണിച്ച പോലെ ചെയ്തിട്ട് നമുക്കത് പ്ലഗ് ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്നും അത് കുക്കിംഗ് മോഡിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കിടക്കാനോ വായിക്കാനോ പഠിക്കാനോ
വിശ്രമിക്കാൻ, അഥവാ നമുക്ക് സുഖമില്ല എന്ന് വെച്ചോളൂ. പക്ഷെ ഓൺ ചെയ്യാൻ മറക്കരുത്. കാരണം അങ്ങനെയുള്ളൊരു എക്സ്പേർട്ട് ലേഡിയെ എനിക്കറിയാം എൻ്റെ ഫാമിലിയിൽ. പുള്ളി എനിക്ക് കോക്കനട്ട് റൈസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവസാനം ഓൺ ചെയ്യാൻ പോലും മറന്ന്. അത്രയും മടിയാവാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഓൺ ആണോന്നെങ്കിലും നോക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ അഥവാ കുറച്ചങ്ങോട്ട് ഇങ്ങോട്ടായപ്പോൾ ഒരു 40 മിനിറ്റ്സ് 30 to 40 മിനിറ്റ്സ് അത്രയും പോലും പോവില്ല. അതിന് മുൻപ് നിങ്ങൾക്ക് ഈ ഒരു ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കി റെഡിയാക്കി സുഖമായിട്ടത് തനിയെ ഓഫായി വാം മോഡിൽ കിടക്കും. അതായത് ഇളം ചൂടിൽ കിടക്കും. മഴക്കാലത്തൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരമാണ്. സുഖമില്ലാത്തപ്പോഴും നിങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ്. കാരണം നിങ്ങൾക്കൊന്ന് സമാധാനമായിട്ട് കിടക്കാം. ഒരു ബിരിയാണി വയ്ക്കുന്നതിൻ്റെ ഒരു ബഹളവും ഇല്ല. പിന്നെ ഞാൻ ആ ബിരിയാണിയിൽ ഇടുന്ന വറുത്ത സവാള ഞാൻ ചെയ്യുന്നത് അതും ഈ സമയത്ത് കിടന്ന് വറുക്കാൻ നിൽക്കാതെ ഞാൻ അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ വറുത്ത് ഒരു കണ്ണാടി കുപ്പിയിൽ ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വയ്ക്കും. അപ്പോൾ അത് തണുക്കില്ല. അതേപോലെ സവാള കനം കുറച്ചായിരിക്കും വറുത്തത്, അതും ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വയ്ക്കും. അപ്പോഴത്തേക്ക് അതും തണുക്കാതിരിക്കും. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ സമയത്ത് അപ്പോൾ നമുക്ക് സ്ട്രെയിൻ കുറയും. അങ്ങനെ ഇപ്പോഴത്തെ ടൈം കൺസ്യൂമിങ് അല്ലാത്തതും സ്ട്രെയിൻ ഇല്ലാത്തതും ആയിട്ടുള്ള കുക്കിംഗ് ആണ് ഇന്ന് എല്ലാവരും ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ആദ്യകാലത്ത് എൻ്റെ ചെറുപ്പത്തിലുള്ള കുക്കിംഗ് എല്ലാം ഒരുപാട് മണിക്കൂർ അധ്വാനിക്കുന്ന കുക്കിംഗ് ആയിരുന്നു. തളർന്നാണ് എല്ലാ ജോലിയും കഴിഞ്ഞ് പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത്. അതെനിക്ക് അത്ര അഡ്വൈസബിളായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചിക്കൻ ബിരിയാണി എങ്ങനെ ഇലക്ട്രിക് റൈസ് കുക്കറിൽ എളുപ്പത്തിൽ ചെയ്യാം, ഒരു ബാച്ചിലർക്കോ ആർക്കും, ഒരു കൊച്ചുകുട്ടിക്കോ ആർക്കും, സുഖമില്ലാത്തവർക്കോ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള, അതായത് ഇലക്ട്രിക് റൈസ് കുക്കറിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വേണ്ടുന്ന സാധനങ്ങൾ കാണിച്ചിരുന്നു. നമ്മൾ ചിക്കൻ ബിരിയാണി ഇലക്ട്രിക് റൈസ് കുക്കറിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നേരത്തെ എടുത്തിരുന്നു, വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇനി അത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നേരത്തെ ഞാൻ കാണിച്ചതിൽ ഇഞ്ചി ഉണ്ടായിരുന്നു, ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, അതിൻ്റെ കൂടെ 3-4 പച്ചമുളക്, ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അരച്ച് അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ജീരകം, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം കറിവേപ്പില, ഗ്രാമ്പൂ, അതുപോലെ ഗരം മസാല കുറച്ച് എല്ലാം വെച്ച് നമ്മൾ അരച്ചിട്ട് ഈ ചിക്കൻ ഒരു 6 കഷ്ണം വലിയ കഷ്ണങ്ങൾ നോക്കി, കാലിൻ്റെ 2 കഷ്ണവും തുടക്കഷ്ണം, അങ്ങനെ ഒരു 6 കഷ്ണം ഉണ്ടായിരുന്നു. അതും എല്ലാം ചേർത്ത് തേച്ച് പിടിപ്പിച്ച് വെച്ചു. കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് അരച്ചതാണ്. എല്ലാം കൂടെ ചേർത്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചു ചിക്കണിന്. പിന്നെ നമ്മൾ ആ ടൊമാറ്റോ കാണിച്ചൊരു 3 വലിയ പഴുത്ത ടൊമാറ്റോ, ഒരു ചെറുതും കൂടെ, ഇതെല്ലാം കൂടെ അരച്ച പേസ്റ്റാണ് ഈ കാണുന്നത്. പിന്നെ മല്ലിയില കുറച്ച് കറിവേപ്പില, പിന്നെ സവാള, ഒരു ചെറിയ സവാള അരിഞ്ഞത്. പിന്നെ ഇതാണ് നമ്മൾ ഈ ഇലക്ട്രിക് റൈസ് കുക്കറിൻ്റെ കൂടെ വരുന്ന മെഷറിംഗ് ഗ്ലാസ്. മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അരി മെഷർ ചെയ്യാനുള്ള ഗ്ലാസ്സാണ്. അപ്പം ഇതിലിപ്പം ഞാൻ അവർ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1/4 കപ്പ്, 1/2 കപ്പ് എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അളവ് ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, 2 ഗ്ലാസ്. അപ്പം ഈ 2 ഗ്ലാസ്സിന് നമ്മൾ ശരിക്കും 4 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇരട്ടി വെള്ളമായി പോവും. അപ്പോൾ ഒരു 3.25 ഗ്ലാസ്, ഇതിന് ഒരു 3.25 ഗ്ലാസ് വെള്ളം എടുക്കുന്നതായിരിക്കും കറക്റ്റ്. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാൽപ്പൊടിയും കൂടെ കലക്കും. ഈ ഇലക്ട്രിക് റൈസ് കുക്കറിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ കാരണം, നമുക്കിത് ഉരുളിയിലുണ്ടാക്കാം, നമുക്ക് പിന്നെ ഉരുളി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടായിലുണ്ടാക്കാം, പ്രഷർ കുക്കറിലുണ്ടാക്കാം, ഏത് പാത്രത്തിലും ഉണ്ടാക്കാം. പക്ഷേ ഇലക്ട്രിക് റൈസ് കുക്കറിൽ ഉണ്ടാക്കി കാണിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുൻപും കൊഞ്ച് ബിരിയാണി, ഖിച്രി, ബംഗാളി ഖിച്രി എന്ന് പറഞ്ഞ ഒരു ചോറിൻ്റെ ഒരു ഐറ്റം, വെജിറ്റബിൾസ് ഇട്ടുള്ളത്, ഇതെല്ലാം ഞാൻ ഇലക്ട്രിക് റൈസ് കുക്കറിൽ കാണിച്ചതിൻ്റെ ഉദ്ദേശം, നമുക്ക് ഇപ്പോഴാർക്കും സമയമില്ലാത്തൊരു കാലഘട്ടമാണ്. സമയമില്ല, പിന്നെ വളരെ ബിസി ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നവർക്ക് ഒരുപാട് സമയം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാനില്ല. പിന്നെ കുറച്ച് മടിയുള്ളവർ കാണും, ആരോഗ്യ പ്രശ്നമുള്ളവർ കാണും, ഒരുപാട് സമയം നിന്ന് ജോലി പറ്റാത്തവർ കാണും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളല്ലാതെ ഇപ്പോൾ ഒരു ഉരുളിയിലോ കുക്കറിലോ
എന്തിൽ വെച്ചാലും നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം, കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ. ഈ ഇലക്ട്രിക് റൈസ് കുക്കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളത് ചേർക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. അതെല്ലാം ആ ഇലക്ട്രിക് റൈസ് കുക്കർ ഓൺ ചെയ്ത് ഇത് 1 പോട്ട് മീലാണ്, നമുക്ക് ഒരുപാട് പാത്രങ്ങളുടെ ആവശ്യമില്ല. പലർക്കും ഇലക്ട്രിക് റൈസ് കുക്കറിൽ എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടതെന്ന് അറിയാതെ പ്രത്യേകിച്ച് ഇറച്ചി പ്രത്യേകിച്ച് ചെയ്തിട്ട് പ്രത്യേകിച്ച് ചോറ് വേവിച്ചിട്ട് അത് രണ്ടും കൂടെ കലർത്തി ബിരിയാണി വെക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് ശരിക്കും 1 പോട്ട് മീലായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് വഴറ്റേണ്ടത് ആ ഇലക്ട്രിക് റൈസ് കുക്കറിൻ്റെ പാത്രത്തിനകത്തിട്ട് തന്നെ എണ്ണയോ നെയ്യോ നമ്മുടെ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് വഴറ്റേണ്ടത് വഴറ്റി, അല്ല ഇറച്ചി വഴറ്റി, അതിൽ ആവശ്യമുള്ളത്ര അളവ് വെള്ളവും വെച്ച് അരിയും ഇട്ട് നമുക്കതിൽ വേവിക്കാൻ വെച്ച്, പിന്നെ ഈ പറഞ്ഞ പോലെ സമയം എന്താ പറയുക, ആ ഒരു പാചകത്തിനുള്ള സമയമുണ്ട്. അത് ആകുമ്പോഴത്തേക്ക് അത് തനിയെ അണഞ്ഞോളും. പിന്നെ അത് അണഞ്ഞിട്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തനിയെ അത് കുക്കിംഗ് മോഡിൽ നിന്ന് വാം മോഡെന്ന് പറഞ്ഞ് ആ സ്വിച്ചിലോട്ട് മാറിക്കോളും. അപ്പോഴത്തേക്ക് നമുക്കൊന്നും അറിയണ്ട. നമ്മളിപ്പോൾ കുറച്ച് സുഖമില്ലാതെ വയ്യാതിരിക്കുകയാണെങ്കിലും നമുക്കതിൻ്റെ കൂടെ നിന്ന് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ അതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് വേറെ വല്ല പണി, ഇപ്പോൾ ലാപ്ടോപ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിലോ ഹോസ്റ്റലിൽ നിൽക്കുന്നോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ വയസ്സായവരോ അല്ലെങ്കിൽ വയ്യാത്തവരോ മടിയുള്ളവരോ ടൈം ഇല്ലാത്തവരോ ആർക്കായാലും ഇതിൽ വളരെ എളുപ്പത്തിൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആയിക്കോളും. അത് വെന്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. പിന്നെ കൂടുതൽ വെന്ത് പോകുന്നുള്ള പ്രശ്നം വരില്ല. പിന്നെ പൊതുവേ ഞാനിപ്പോൾ 2 ഗ്ലാസ് അരി ഈ ഇലക്ട്രിക് റൈസ് കുക്കറിൻ്റെ മെഷർമെൻറ്റ് ഗ്ലാസ്സിന് അരി എടുക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിന് 4 ഗ്ലാസ് എടുക്കില്ല, 3.25 ഗ്ലാസ് വെള്ളമേ എടുക്കുകയുള്ളൂ. അത് കറക്റ്റായിട്ട് വെന്ത് വരാറുണ്ട്. അങ്ങനെ കറക്റ്റ് വെന്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിരിക്കും. പിന്നെ വാം മോഡി വന്നു കഴിഞ്ഞാൽ അത് ചൂടായിട്ടിരിക്കുകയും ചെയ്യും. മഴക്കാലത്തൊക്കെ ചൂടായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചൂടായിട്ട് കഴിക്കാനും പറ്റും. അങ്ങനെ ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇലക്ട്രിക് റൈസ് കുക്കറിൽ ബാക്കി പാചകം ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നേരത്തെ ആദ്യം ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ച് ഈ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ച് എല്ലാം കാണിച്ചു. അതിനുശേഷം അതിനെ കോഴിയിൽ ചിക്കനിൽ അരച്ച് പുരട്ടിയതാണ് ഈ കാണുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഇഞ്ചി ഒരു മീഡിയം സൈസ് കഷ്ണവും ഒരു 10-12 വലിയ വെളുത്തുള്ളി അല്ലിയും കുറച്ച് 3-4 പച്ചമുളകും കുറച്ച് പെരിഞ്ജീരകവും 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം കറിവേപ്പട്ട, പിന്നെ അതെല്ലാം കൂടെ അരച്ച് ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളകും അരച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ചേർത്ത് മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ, മുളക് പൊടി ഒരു വലിയൊരു ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ചേർത്ത് ചിക്കനിൽ പുരട്ടി കുറച്ച് സമയം വച്ചിട്ട് അതെല്ലാമാണ്. പിന്നെ ടൊമാറ്റോ നേരത്തെ കാണിച്ചതെല്ലാം അരച്ച് വെച്ചിരിക്കുകയാണ്, പൾപ്പ് രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ്. സവാള, ഇതൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാചകം ഇലക്ട്രിക് റൈസ് കുക്കറിൽ ചെയ്യുന്നതെന്ന് കാണാം. ഇത് ഒരു ചെറിയ ചിക്കൻ ബിരിയാണിക്കുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ എല്ലാം എടുത്തു വച്ചിരിക്കുന്നത്. ഒരു 6 വലിയ കഷ്ണം ചിക്കൻ്റെ കാലും തുടയും അങ്ങനെയുള്ള കഷ്ണങ്ങളെല്ലാം കൂടെ ഒരു 6 പീസ്, ഒരു സവാള ചെറുത് അരിഞ്ഞത്, അത് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ട്, പിന്നെ ഒരു വലിയ പൊടി മല്ലിയില കഴുകി അരിഞ്ഞ് വെച്ചത്, വെളുത്തുള്ളി കൂടുതലാണ്, ഒരു 15 വെളുത്തുള്ളിയെങ്കിലും വരും, പിന്നെ ടൊമാറ്റോ ഒരു 2-3 എണ്ണം വലുത് പഴുത്തത് ചെറുതായി അരി, അത് അരച്ചെടുത്ത് നമ്മൾ പൾപ്പാക്കും. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും, ഇഞ്ചി ഒരു ഇടത്തരം കഷ്ണം, പച്ചമുളക് ഒരു 4 പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്, ഇത്രയും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടി നമ്മളൊരു 2 അതായത് ഞാനിത് ഇലക്ട്രിക് റൈസ് കുക്കറിലാണ് ചെയ്ത് കാണിക്കുന്നത്. അതായത് ബാച്ചിലേഴ്സിനോ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കോ ശരീരസുഖം ഇല്ലാത്തവർക്കോ സമയം തീരെ ഇല്ലാത്തവർക്കോ ഒക്കെ ഇത് വളരെ പ്രയോജനപ്പെടുകയും എളുപ്പത്തിലുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന വളരെ സിമ്പിളായിട്ടുള്ള വീട്ടിലുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ഈ ചിക്കൻ കഷ്ണങ്ങളിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും ഗരം മസാല
കുറച്ച് പെരുംജീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അത് എല്ലാം കൂടെ അരച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന്, പിന്നെ മല്ലിപ്പൊടി കുറച്ച് ചേർക്കും, ഇതിലേക്ക് ചിക്കൻ്റെ കളർ മാറിപ്പോകും. അങ്ങനെ അതെല്ലാം കൂടെ അരച്ച് പുരട്ടി വച്ചിട്ട് എന്നിട്ട് നമ്മൾ ബാക്കി അരിയൊക്കെ ചേർത്ത് നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രിക് റൈസ് കുക്കറിൽ ചിക്കൻ ബിരിയാണി എളുപ്പത്തിൽ ഒരു ബാച്ചിലറിനോ അല്ലെങ്കിൽ പ്രായമുള്ളവർക്കോ അല്ലെങ്കിൽ സമയം തീരെ ഇല്ലാത്ത ഇപ്പോഴത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കണമെന്ന് കൊതി തോന്നുന്നവർക്കോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കാണാം. കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ച് ഇലക്ട്രിക് റൈസ് കുക്കറിൽ നമ്മൾ വെച്ചു. കുക്കിംഗ് മോഡിൽ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചു. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഒരു ചെറിയ സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും ഉണ്ട്. അത് ഇതിനു വേണ്ടിയല്ല, അല്ലാതെ തന്നെ അരിഞ്ഞതായിരുന്നു. കുറച്ചിരുന്നു, ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇടുന്നുണ്ടെന്നേ ഉള്ളൂ. അത് നിർബന്ധമല്ല, ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ കുറച്ച് ഇരുന്നു, അതുകൊണ്ട് ഇടുന്നു ഞാൻ. സവാള മതി. ഒരു മിനിറ്റ് ഞാനിത് അടച്ച് വയ്ക്കുകയാണ്. ഒന്ന് അടപ്പ് മൂടി അടച്ചു വെച്ചപ്പോൾ അത് ചൂടായി തുടങ്ങി. ഒരു സവാള ഇട്ട് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് വഴറ്റുകയാണ്. ചെറുതായിട്ട് വഴറ്റിയാൽ മതി, കൂടുതലായിട്ട് വഴറ്റണമെന്നില്ല. കാരണം ഇനി ഇതെല്ലാം വേവാനുള്ളതാണല്ലോ. ഇനി ഇതിലോട്ട് അടുത്ത് ചിക്കൻ നമ്മൾ മെറിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ആ മെറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഇട്ട് കൊടുത്തു. ഇതിനകത്തോട്ട് ഇനി അടുത്തതായിട്ട് ആ ടൊമാറ്റോ നമ്മൾ അരച്ച് വെച്ചിരുന്നല്ലോ, ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുകയാണ് ആ ചിക്കനിലോട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതൊന്ന് ആ പച്ച ടൊമാറ്റോയുടെയൊക്കെ മാറണം. ടൊമാറ്റോ പ്യൂരി ഒന്ന് നമ്മൾ ടൊമാറ്റോ അരച്ചതിൻ്റെ ആ പേസ്റ്റ് ഒന്ന് ആ പച്ചച്ചോവ മാറി ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ടൊമാറ്റോയുടെ ഒരു പച്ച രുചി അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് അതിനെ നന്നായിട്ട് ഈ ചിക്കനുമായിട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റുക.
നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അരി ചേർക്കുന്നത് കാണാം. അരി ചേർക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയും ചേർത്ത് ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റുകയാണ്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരി ഇതിലോട്ടിട്ട് ഇട്ടൊന്ന് വഴറ്റാം. ചിക്കനും അതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളും എല്ലാം വഴറ്റിയിട്ടുണ്ട്. ടൊമാറ്റോ അരച്ചത്, ഗ്രീൻ പ്യൂരിയൊക്കെ ചേർത്ത് എല്ലാം വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരി ചേർക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് അരി രണ്ട് മെഷർമെൻറ്റ് ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ഇട്ട് ഒന്ന് ഇളക്കി ഇതിലോട്ട് തേങ്ങാപ്പാൽപ്പൊടി ഞാൻ പറഞ്ഞ പോലെ കലക്കി ചൂടുവെള്ളത്തിൽ തേങ്ങാപ്പാൽപ്പൊടി കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അളവ് ഗ്ലാസ് 3.25 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അളവ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ബാക്കി കുറച്ച് സാധനങ്ങളും കൂടി ഇതിൽ ചേർക്കാനുണ്ട്. പകുതി മല്ലിയില ഞാൻ പകുതി കുക്ക് ചെയ്തതിന് ശേഷം ഇടാനും പകുതി ഇതിലിടുകയാണ്. കുറച്ച് വലിയൊരു പിടി മല്ലിയിലയായിരുന്നു, ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ബാക്കി കുക്കിങ്ങിന് ശേഷം അതിൽ ചേർക്കാൻ വേണ്ടിയാണ്, ഗാർണിഷിങ്ങിന് വേണ്ടിയാണ് കുറച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് സവാള വറുത്തത് ഉണ്ട്, ഞാനത് കുറച്ച് ഇടുകയാണ്. അതിപ്പം വീഡിയോയ്ക്ക് വേണ്ടിയും കൂടിയാണ്, അല്ല ഇപ്പോൾ വീട്ടിലുണ്ടാക്കാൻ വേണ്ടുന്ന ആവശ്യം നിർബന്ധമുള്ളതായിട്ട് ഞാൻ കരുതാറില്ല. അപ്പോൾ എന്തായാലും അതും കൂടി ഇടുന്നത് കാണാം. എല്ലാം ചേർത്ത് ആവശ്യത്തിന് 4 ഗ്ലാസ് അല്ല 3.25 ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് തേങ്ങാപ്പാൽപ്പൊടിയും കലക്കി എല്ലാം ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇനി ഇത് നമുക്ക് എത്ര സമയത്തിനാണ് വെച്ച് നമുക്കിതാവുന്നു കറക്റ്റ് ടൈം ഞാൻ പറയാം. അടയ്ക്കുകയാണ്. അത് കുക്കിംഗ് മോഡിലാണ്. ഇത് വെന്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വാം മോഡിലോട്ട് വരും. അപ്പോൾ നമുക്ക് ചൂടായിട്ട് ബിരിയാണി റെഡി ആയിരിക്കും. അങ്ങനെ ചിക്കൻ ബിരിയാണി ഇലക്ട്രിക് റൈസ് കുക്കറിൽ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം, അരിയുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുന്നത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടി വരും എന്നാണിപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബസ്മതി റൈസ് ഞാൻ ഉപയോഗിക്കുമ്പോൾ 2 ഗ്ലാസ് അരി ഉപയോഗിക്കുമ്പോൾ 3.25 ഗ്ലാസ് വെള്ളം വെച്ച് ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ മതി. പക്ഷേ ഇതിപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ആ വെള്ളം പോരാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ഗ്ലാസ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസും ചിക്കൻ പീസസും കൂടെ വന്നപ്പം ഞാൻ 3.25 ഗ്ലാസ് വെള്ളവും തേങ്ങാപ്പാൽപ്പൊടിയും ചേർത്താണ് കലക്കി ഒഴിച്ചത്. പക്ഷേ പോരാ, 4 ഗ്ലാസും കുറച്ചുകൂടെ ഒഴിച്ചാലേ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ, അരിയും ചിക്കനും കൂടെ ഒരുമിച്ച്. അപ്പോൾ ഒരു 4 ഗ്ലാസ് 4.25 ഗ്ലാസ്സെങ്കിലും വെള്ളം തേങ്ങാപ്പാൽപ്പൊടിയും കൂടെ കലക്കി ഒഴിച്ചിട്ട് വച്ചാലേ വെന്ത് കിട്ടുകയുള്ളൂ. കാരണം ഇവിടെ കിട്ടുന്ന അരിയിൽ വലിയ ബുദ്ധിമുട്ട്, വേവാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാധാരണ കേരളത്തിൽ കിട്ടുന്ന ബസ്മതി റൈസിൽ ആ അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചിക്കൻ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു ഇലക്ട്രിക് റൈസ് കുക്കറിൽ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വാം മോഡിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ രുചികരമായ ചിക്കൻ ബിരിയാണി എളുപ്പത്തിൽ ഇലക്ട്രിക് റൈസ് കുക്കറിൽ തയ്യാറായി കഴിഞ്ഞു. 20-25 മിനിറ്റ് കൊണ്ട് തയ്യാറായി കഴിഞ്ഞു.
പക്ഷേ ഈ വെള്ളത്തിൻ്റെ അളവ് ഞാൻ നോക്കിയിട്ട് ചിലർ അരി കുതിർത്ത് വയ്ക്കാറുണ്ട്. ഞാൻ കുതിർത്ത് വെച്ചിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് കുറച്ച് ചില അരിയുടെ ക്വാളിറ്റി അനുസരിച്ച് കുതിർത്ത് വയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവും കുറയ്ക്കാൻ പറ്റും. എന്തായാലും അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി പൂർത്തിയായി. എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ എനിക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വരാനൊരു ഉത്സാഹം തോന്നുള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ, സ്റ്റേ സേഫ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.